കോഴിക്കോട് ചെറുവണ്ണൂർ മേൽപ്പാലം അടുത്ത വർഷം ആദ്യം തുറന്നു നൽകുമെന്ന് പൊതുമരാമത്ത് മന്ത്രി PA മുഹമ്മദ് റിയാസ്. നിർമ്മാണ പ്രവർത്തനത്തിന്റെ ഭാഗമായി സമീപത്തുള്ള കടകൾ പൊളിച്ചു നീക്കി പാലം പൂർത്തിയാകുന്നതോടെ ഏറെ നാളായി അനുഭവിക്കുന്ന നഗരത്തിലെ ഗതാഗതക്കുരുക്കിന് പരിഹാരമാകും. കോഴിക്കോട് സിറ്റി റോഡ് ഇംപ്രൂവ്മെന്റ് പ്രോജക്ടിന്റെ ഭാഗമായി ചെറുവണ്ണൂരിലും അരീക്കാടും മേൽപ്പാലങ്ങൾ നിർമ്മിക്കുന്നതിന് 255.62 കോടി രൂപയ്ക്ക് ഒരുമിച്ചുള്ള ഭരണാനുമതിയാണ് നൽകിയിരുന്നത്. ഇതിൽ ചെറുവണ്ണൂർ മേൽപ്പാലത്തിന്റെ പ്രവൃത്തിയാണ് ഇപ്പോൾ ദ്രുതഗതിയിൽ പുരോഗമിക്കുന്നത്. പാലം നിർമ്മാണത്തിന്റെ ഭാഗമായി 100ഓളം കടകളാണ് പൊളിച്ചു നീക്കുന്നത്. പാലം പൂർത്തിയാകുന്നതോടെ ഏറെ നാളായി അനുഭവിക്കുന്ന ഗതാഗതക്കുരുക്കിന് പരിഹാരമാകുമെന്നും 2026 ജനങ്ങൾക്കുള്ള പുതുവത്സര സമ്മാനമാകും പാലമെന്നും മന്ത്രി പറഞ്ഞു. പാതയിലെ 2 പാലം, ഒന്ന് ചെറുവണ്ണൂർ, ഒന്ന് മീഞ്ചന്തയും, പാലത്തിന് വേണ്ടി 250 കോടിയിലധികം രൂപ ചെലവഴിക്കാൻ തീരുമാനിച്ച് ഫണ്ട് വകയിരുത്തി. ചെറുവണ്ണൂർ പാലം നമുക്ക് കരുണ ആശുപത്രി മുതൽ ഏകദേശം ഫറോക്ക് പുതിയ പാലത്തിൻ്റെ അടുത്ത് വരെയുള്ള 900 മീറ്റർ, ഏകദേശം 1 കിലോമീറ്റർ നീളമുള്ള വലിയ പാലമാണ്. അപ്പോൾ അതിൻ്റെ പ്രവൃത്തിയാണെന്ന് ആരംഭിക്കുന്നത്. ഇതിനോട് എല്ലാവരും സഹകരിച്ചു. വ്യാപാരികൾ, നാട്ടുകാർ എല്ലാവരും സഹകരിച്ചു. ഭൂമി ഏറ്റെടുക്കലുമായി ബന്ധപ്പെട്ട് ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല. പാലത്തിന്റെ അടിയിലുള്ള സ്ഥലങ്ങൾ ജനങ്ങൾക്ക് ഉപയോഗപ്രദമാകുന്ന രീതിയിലുള്ള ഇടങ്ങളാക്കി മാറ്റുമെന്നും മന്ത്രി വ്യക്തമാക്കി. ബേപ്പൂർ, ഫറോക്ക്, ചെറുവണ്ണൂർ, കൊളത്തറ എന്നിവിടങ്ങളിൽ നിന്നുള്ള വാഹനങ്ങളും മലപ്പുറം, പാലക്കാട്, തൃശൂർ ഭാഗങ്ങളിൽ നിന്നുള്ള ബസ്സുകളും പലപ്പോഴും മണിക്കൂറുകളോളം ഇവിടെ ഗതാഗതക്കുരുക്കിൽപ്പെട്ട് കിടക്കാറുണ്ട്. പാലം വരുന്നതോടെ ഈ പ്രശ്നത്തിന് പരിഹാരമാകും. അമൃത ന്യൂസ്, കോഴിക്കോട്.